എല്ലാവർക്കും ബി4 ക്രിയേറ്റീവിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് റീത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഈ ലീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാനായിട്ട് ഈ കവുങ്ങിൻ്റെ ഈ ഇലയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ ഒരു 6 ലീഫ് നമുക്ക് വേണം. ഇപ്പം 6 ലീഫ് നമ്മളെടുത്തിട്ട് അത് നമ്മൾ മുടി പിന്നുന്ന പോലെ പിന്നിയെടുക്കാം. നമുക്കിത് പിന്നിയെടുക്കാൻ എളുപ്പത്തിന് ഈ 3 ലീഫുകൾ കൂട്ടി നമുക്ക് ഒരു ചെറിയ ചരടും കൊണ്ട് കെട്ടിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ നമ്മൾ മുടി എങ്ങനെ പിന്നുന്നോ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്നെടുത്ത് നമുക്ക് പിന്നിയെടുക്കാം. ഈ രണ്ട് സെറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പം ആദ്യത്തേത് നമ്മളിങ്ങനെ പിന്നിയെടുത്തു. അപ്പം ഞാൻ ഇത് 2 എണ്ണം ഇവിടെ പിന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കെട്ടിയ വശങ്ങൾ, ഒരു കെട്ടിയ വശവും ഒരു കെട്ടാത്ത വശവും കൂടെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ കൂട്ടി ഇങ്ങനെ ചുറ്റിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ പിന്നിയെടുത്തിട്ട് ഇതിൻ്റെ അറ്റം രണ്ടും കൂടെ കൂട്ടി എടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള വലിപ്പം, നമുക്ക് എന്തുമാത്രമാണോ ഇതിന് വലിപ്പം ആവശ്യം അത്ര ആ ഒരു വലിപ്പത്തിൽ നമ്മളിതിനെ ഒരു സർക്കിളാക്കുക. ഇങ്ങനെ ഒരു സർക്കിളാക്കി ഞാൻ ഇതിപ്പം ഇത്രയും ഒരു വലുപ്പത്തിൽ ഒരു ചെറിയ സർക്കിൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോർഷനും കൂടെ കൂടി ഇവിടെ നമുക്കൊരു നൂലിട്ട് കെട്ടിക്കൊടുക്കാം. മതിയില്ലേ? ഞാൻ കെട്ടാം. അപ്പം ഞാൻ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കെട്ടുമ്പോൾ ഇച്ചിരി ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക, വിട്ടു പോവാതെ. ഇനി നമുക്കിതിന് സ്പ്രേ പെയിൻറ്റ് എടുക്കുവാണ്. ഞാനത് സിൽവർ സ്പ്രേ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇത് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുകയാണ്. സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അലർജിയൊക്കെ ആയിട്ടുള്ളവരൊക്കെ കഴിവതും മാസ്ക് ഒക്കെ കെട്ടി ഇത് സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചിലർക്കൊക്കെ ഇതിൻ്റെ സ്മെല്ല് അലർജി ഉണ്ടാക്കും. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ അധികം ഇതിൻ്റെ അടുത്ത് അടുപ്പിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്ക് അതിൽ വെക്കാനുള്ള പൂവ് ഞാൻ പാളയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പാളയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കിതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ചുമല പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് നമുക്ക് ഫ്ലവർ കട്ട് ചെയ്യാം. എന്നിട്ട് അതിന് നമുക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം നമ്മൾ സാധാരണ രീതിയിൽ റെഡാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഫ്ലവറിനൊരു റെഡ് ഫ്ലവർ കളർ കൊടുക്കുവാണ്. ഞാനിത് കളർ അടിച്ച് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയ പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മുത്തുകൾ കൂടെ, വെള്ള മുത്തുകളും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിൽ ഈ മുത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിന് ചെറുതായിട്ടൊരു ലീഫ് പിടിപ്പിക്കണം. ഈ ലീഫും പാള തന്നെയാണ്. നമുക്ക് ഇപ്പം ഇതിനൊരു ഗ്രീൻ കളറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യ കളറ് ഇച്ചിരി കൂടെ ഗ്രീനായിട്ട് തോന്നിക്കണമെങ്കിൽ ആ ഗ്രീൻ കളറ് നമുക്ക് കൊടുക്കാം, പെയിൻറ്റ് ചെയ്യാവുന്ന. ഇല്ലെങ്കിൽ ഇത് തന്നെ ആകുമ്പോൾ ഡയറക്റ്റ് ഇത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ഇതിൽ ഒട്ടിക്കുകയാണ്. അത് ഞാനിത് ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കളർ ഇതിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഇതേപോലെ തന്നെ ഇത് തന്നെ കളറ് മതിയെങ്കിൽ നമുക്കിത് തന്നെ ഫിക്സ് ചെയ്യാം.
അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.